പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കണ്ടേ ആൾക്കാർ നോക്കാം, കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഈ ഓഫീസിൽ ഉണ്ടാവും, അത് ആർക്ക് വേണ്ടത് എപ്പോഴും നോക്കാം. മറ്റൊന്ന് AITRന്റെ ഹൈദരാബാദിൽ വെച്ച് തന്ന സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതും ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ വളരെ ഗംഭീരമായി സ്വരസിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ ഷീബ വിശദീകരിച്ചു. നമ്മുടെ ഒരു ഭാഗ്യമാണ് ഷീബയെ കിട്ടിയത് എന്ന് ഞാൻ കരുതുന്നു. ഷീബയെ ആദരിക്കാൻ ഞാൻ അവരുടെ ശ്രമിക്കുന്നുണ്ട്. ആദരിക്കപ്പെടാനല്ല വന്നത്, പക്ഷെ ആദരിക്കാതെ വിടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഷീബ പറഞ്ഞതുപോലെ സാമ്പത്തികം ഏറ്റവും പ്രധാനമാണ്. സാമ്പത്തികം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് നിശ്ചയമായും അതിനോട് സഹകരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുകയുമാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ വന്ന് നമ്മുടെ ആദരം സ്വീകരിച്ച് പോകുമ്പോൾ വെറും കൈയോടെ പോകണ്ട എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വരസിന് വലിയ സംഭാവന 1 ലക്ഷം രൂപയുടെ ചെക്ക് വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സ്ഥലത്ത് നമുക്കൊന്ന് സംസാരിക്കാൻ സ്ഥലം തരുമോ, ഒന്ന് ഒരു 10 മിനിറ്റ് തരുമോ എന്ന് നമ്മൾ പല മീറ്റിങ്ങുകളും ചോദിക്കാറുണ്ട്. സ്ഥലം തന്നല്ലോ എന്നുള്ളതാണ് നമ്മൾ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ആലോചിച്ചത്. അതിൽ ഇങ്ങനെ പൈസ കൂടി തരിക എന്ന് പറഞ്ഞാൽ പറയാനില്ല. അത് മാത്രമല്ല, നിശ്ചയമായും ഇവിടെ വന്ന ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് ഇനിയും ഗുണങ്ങളുണ്ടാകുമെന്നാണ് വിശ്വാസം. ആലുവായിൽ നിന്ന് സംസാരിച്ച നമ്മുടെ സഖാവ് ഒരുപാട് സോഷ്യൽ വർക്കുകൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു ഗ്രൂപ്പ് എന്ന് വിശ്വസിക്കുന്നു. അതിനുള്ള എല്ലാ സഹായവും അദ്ദേഹത്തിന് ആൾക്കാരുടെ അറിയുന്നതാണ്. മറ്റ് സിംഗേഴ്സിനുമൊക്കെ അത് ഇത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ 20 സംഘടനകളുടെ പ്രതിനിധികളാണ്. അതുകൂടാതെ 14 ജില്ലകളിലെയും കേരളം ഒട്ടാകെയുള്ള നേതൃനിരയാണ് ഇവിടെ സംബന്ധിക്കുന്നത്. ആ പ്രദേശങ്ങളിലൊക്കെ സ്വരസിൻ്റെ സന്ദേശം കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തകരെ വോളണ്ടിയേഴ്സിനെ ലഭിക്കും എന്നതിനാണ് വിശ്വാസം. നന്ദി പറയുന്നു ശ്രീതയ്ക്ക്. സുരേഷ്, അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്ഥലത്തു നിന്നും സ്വരസിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരാൻ ആളുകളോടും കൂടി പറയണം. വെബ്സൈറ്റിൽ നോക്കിയാൽ അതിൻ്റെ അഡ്രസ്സും ഒക്കെ ഉണ്ട്. എനിക്ക് സ്പേസ് തന്നതിന് ഒരുപാട് നന്ദി. ഇത് ഞാൻ ഈ ഗ്രൂപ്പിലിടാം. 10 സെന്ററിന്റെ ദേഷ്യം പിടിക്കുന്നുള്ളതാണ്. ഞാൻ അയച്ചു തന്നാലേ ഞാൻ കേരള പിന്നെ അങ്ങോട്ട് സംഭാവനയായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ നിങ്ങളുടെ മീറ്റിംഗ് പ്രശ്നമാണ്. അന്ന് ഡാൻസ് കളിച്ചാളല്ലേ മീറ്റിംഗ്